നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. എം.പി. രാജേഷിന്റെ സംവാദ വെല്ലുവിളി ഇലക്ഷൻ സമയത്തെ വെറും വീരവാദമെന്ന മറുപടിയുമായി വി.ടി. ബൽറാം. സംവാദത്തിനായുള്ള ക്ഷണമൊന്നും തനിക്ക് ലഭിച്ചില്ലെന്നും പറയാനുള്ളത് ജനങ്ങൾക്ക് മുന്നിൽ പറയുമെന്നും വി.ടി. ബൽറാം പറഞ്ഞു. ഞാൻ എം.എൽ.എ. ആയിരിക്കുന്ന സമയത്ത് തൃത്താലയിൽ കോളേജ് കൊണ്ടുവന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു ഉദ്ഘാടന പ്രഹസനം നടത്തുകയായിരുന്നില്ല. ആ കോളേജ് തുടങ്ങി, അതിന് യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരം നേടി, അതിന് UGCയുടെ അംഗീകാരം നേടി, അവിടെ കോഴ്സുകൾ അംഗീകാരം നേടി, അവിടുത്തെ അനുവദിച്ച വർഷം തന്നെ ക്ലാസ്സുകൾ ആരംഭിച്ചു. 2ാമത്തെ വർഷം പൂർത്തീകരിച്ചു, 3ാമത്തെ വർഷം പൂർത്തീകരിച്ചു. 5 വർഷത്തിനുള്ളിൽ ആദ്യത്തെ ബാച്ച് പഠനം പൂർത്തീകരിച്ച് പുറത്തിറങ്ങി. 2011 മുതൽ 2016 വരെയുള്ള 5 വർഷത്തിനകത്ത് ഒരു കോളേജ് ആരംഭിച്ച് അവിടുത്തെ ആദ്യത്തെ ബാച്ച് പഠനം പൂർത്തീകരിച്ച് പുറത്തിറങ്ങി. ഇവിടെ ഇപ്പോൾ ഈ കഴിഞ്ഞ 5 വർഷത്തിൽ ഒരു നഴ്സിംഗ് കോളേജ് വരും എന്ന് പറഞ്ഞുകൊണ്ട് 5 വർഷം തള്ളി നീക്കി. എന്നിട്ട് അവസാനം ഇലക്ഷൻ നോട്ടിഫിക്കേഷന്റെ 3 ദിവസം മുമ്പ് നഴ്സിംഗ് കോളേജിന്റെ ഒരു ഉദ്ഘാടന പ്രഹസനം നടത്തുകയാണ്. ആ നഴ്സിംഗ് കോളേജ് എവിടെയാണ്? ആ നഴ്സിംഗ് കോളേജിന് സ്ഥലമുണ്ടോ? കെട്ടിടമുണ്ടോ? അതിന് നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരമുണ്ടോ? അവിടേക്ക് അഡ്മിഷൻ നടത്തിയിട്ടുണ്ടോ? അവിടെ എന്നാണ് ക്ലാസ് തുടങ്ങുക? അവിടെ അധ്യാപകരെ നിയമിച്ചിട്ടുണ്ടോ? ഏത് ആശുപത്രിയുമായിട്ടാണ് അത് ടൈ അപ്പ് ചെയ്തിരിക്കുന്നത്? ഇതിനെക്കുറിച്ച് ഒന്നും വ്യക്തതയില്ല. അപ്പൊ ഇതാണ് താരതമ്യം. വി.ടി. ബൽറാമിന്റെ കാലത്ത് വന്ന തൃത്താല കോളേജ് യാഥാർത്ഥ്യമായി എന്ന് മാത്രമല്ല, അത് കുട്ടികൾക്ക് പഠിച്ച് പഠനം പൂർത്തീകരിച്ച് പുറത്തിറങ്ങാൻ സാധിച്ചു. ഇവിടെ നഴ്സിംഗ് കോളേജ് പ്രഖ്യാപനം മാത്രമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഓരോ വികസന നേട്ടം എടുത്തു നോക്കുമ്പോഴും വികസന രംഗത്ത് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ഓരോ അവകാശവാദത്തെയും വസ്തുതകൾ സഹിതം ജനങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കാൻ ഞങ്ങൾക്ക് കഴിയും. അത് ജനങ്ങളുമായിട്ട് വിശദീകരിക്കും. അങ്ങനത്തെ ഒരു നിർദ്ദേശം തന്നിട്ടില്ല. അദ്ദേഹം ഇലക്ഷൻ കൺവെൻഷനിൽ പല വീരവാദങ്ങൾ പറയുന്നതിന്റെ കൂട്ടത്തിൽ പറയുന്നതായിട്ടാണ് കേട്ടിട്ടുള്ളത്. അല്ലാതെ ഔദ്യോഗികമായിട്ടുള്ള ക്ഷണോ അത് അദ്ദേഹം അല്ലല്ലോ ക്ഷണിക്കേണ്ടത്. ആ നിലയിലുള്ള ഒരു ജനാധിപത്യ സംവാദം ഒന്നും കഴിഞ്ഞ 5 വർഷവും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് അതിനുള്ള സന്നദ്ധത ഉണ്ടായിരുന്നില്ലല്ലോ. ഏകപക്ഷീയമായി അങ്ങേയറ്റത്തെ ഒരു ധാർഷ്ട്യത്തോടെയും ഒക്കെ മുന്നോട്ട് പോവുകയായിരുന്നല്ലോ. അപ്പൊ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്ക് വെക്കാനുള്ളത് ജനങ്ങളുടെ മുമ്പിൽ വെച്ചോളാം. വി.ടി. ബൽറാമിന് നേർക്കുനേർ സംവദിക്കാൻ ധൈര്യമുണ്ടോ? വേദിയും സമയവും ബൽറാമിന് നിശ്ചയിക്കാം. വികസന സംവാദത്തിന് വീണ്ടും വെല്ലുവിളിച്ച് എം.പി. രാജേഷ് രംഗത്ത്. വി.ടി. ബൽറാം ഈ വെല്ലുവിളി ഏറ്റെടുത്ത് സംവാദത്തിനെത്തുമോ എന്ന് ഉറ്റുനോക്കുകയാണ് തൃത്താലയിലെ വോട്ടർമാർ. മിനിഞ്ഞാന്ന് ഞാൻ അദ്ദേഹത്തെ വികസനത്തെ മുൻനിർത്തിയുള്ള 2 പ്രോഗ്രസ് റിപ്പോർട്ടുകൾ വെച്ചുള്ള ഒരു സംവാദത്തിന് ക്ഷണിച്ചിരുന്നു. 24 മണിക്കൂറായിട്ടും അദ്ദേഹത്തിന്റെ പ്രതികരണം കാണാതെ ഇരുന്നപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ വീണ്ടും അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ട് പോസ്റ്റ് ചെയ്തിരുന്നു. അദ്ദേഹം അതിനോട് ഇന്ന് പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം നേരിട്ടുള്ള സംവാദത്തിന് തയ്യാറല്ല എന്നാണ്. എന്നിട്ട് അദ്ദേഹം ചില സംശയങ്ങൾ, ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. അത് നഴ്സിംഗ് കോളേജിനെ കുറിച്ചാണ്. എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, നഴ്സിംഗ് കോളേജ് അല്ല, തൃത്താലയിൽ നടന്ന ഏത് വികസനത്തെക്കുറിച്ചും, അതിൽ കഴിഞ്ഞ 5 വർഷം ഞാൻ നടത്തിയതിനെ കുറിച്ചും അതിനു മുമ്പത്തെ 10 വർഷം അദ്ദേഹം നടത്തിയതിനെ കുറിച്ചും നമുക്ക് ചർച്ച ചെയ്യാമെന്നാണ് ഞാൻ പറയുന്നത്. സ്ഥലവും തീയതിയും സമയവും അദ്ദേഹത്തിന് നിശ്ചയിക്കാം. തെരഞ്ഞെടുപ്പിന് മുമ്പ് വേണം, അദ്ദേഹത്തിന് നിശ്ചയിക്കാം. അദ്ദേഹം നിശ്ചയിക്കുന്ന സ്ഥലത്ത് വരാൻ ഞാൻ തയ്യാറാണ്. അദ്ദേഹം പറഞ്ഞു ഞാൻ ധാർഷ്ട്യത്തോടെയാണ് മുന്നോട്ട് പോയത് എന്നൊക്കെ. എത്ര വിനീതമായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചത്. ഇപ്പോഴും അങ്ങേയറ്റം വിനയത്തോടെ ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. വരൂ, നമുക്ക് സംവാദമാവാം. നഴ്സിംഗ് കോളേജിനെ കുറിച്ചുള്ള സംശയങ്ങൾ അദ്ദേഹം ഉന്നയിക്കൂ, രേഖകൾ ഞാൻ നൽകാം. ഓരോ ചോദ്യത്തിനുമുള്ള രേഖകൾ സഹിതമുള്ള മറുപടി നൽകാം. അതല്ലേ നല്ലത്? അങ്ങനെ സംവദിക്കുന്നതല്ലേ നല്ലത്. പിന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ തെറ്റാണ് എന്ന് സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് കിട്ടുന്നൊരു സുവർണ അവസരമാണ്. അദ്ദേഹം ചെയ്ത കാര്യങ്ങളിൽ അത്രമേൽ ആത്മവിശ്വാസമുണ്ടെങ്കിൽ അത് സ്ഥാപിക്കാനുമുള്ള ഒരു സുവർണ അവസരമാണ്. അതുകൊണ്ട് എനിക്ക് വളരെ വളരെ വിനീതമായി, അങ്ങേയറ്റത്തെ വിനയത്തോടെ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഞാൻ പറയുന്നത് തെറ്റാണ് എന്ന് സ്ഥാപിക്കാനുള്ള സുവർണാവസരം അങ്ങ് പാഴാക്കരുത്. അങ്ങ് 10 വർഷം ചെയ്ത കാര്യങ്ങളിൽ ആത്മവിശ്വാസമുണ്ടെങ്കിൽ അത് വിശദീകരിക്കാനുമുള്ള ഒരവസരം പാഴാക്കരുത്. വരൂ, നമുക്ക് സംവാദത്തിന് ഇരിക്കാം. ഞാനിപ്പോഴും അദ്ദേഹത്തെ ക്ഷണിക്കുക. പിണറായി സർക്കാരിന്റെ ഉറച്ച നിലപാടുകളാണ് നടക്കില്ലെന്ന് പറഞ്ഞ പല വികസന പദ്ധതികളും നടപ്പാക്കാനായതെന്ന് മുൻ മന്ത്രി കെ.ഇ. ഇസ്മായിൽ. പട്ടാമ്പി മുതുതലയിൽ LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ.ഇ. ഇസ്മായിൽ.
ഇതുപോലെ ഓരോ മേഖലയും എടുത്ത് പരിശോധിച്ചാൽ ഒരുപാടുണ്ട്. റോഡുകളെല്ലാം ഇന്ന് വീതി കൂട്ടി കടപ്പിക്കുകയാണ്. നാഷണൽ ഹൈവേയുടെ വഴി നടക്കില്ല എന്ന് പറഞ്ഞ് ആപ്പീസ് കൂട്ടിച്ചു ഉമ്മൻചാണ്ടി. ഞങ്ങളൊക്കെ വിളിച്ച യോഗത്തിലൊക്കെ പോയിരുന്നു. 35 വീട്ടിൽ കവിഞ്ഞെടുക്കാൻ കഴിയില്ല, തർക്കമാണ്, പ്രശ്നമാണ്, അത് നമുക്ക് സാധിക്കില്ല, അതുകൊണ്ട് ഞങ്ങളത് നടപ്പിലാക്കുന്നില്ല. ഉമ്മൻചാണ്ടി പൂട്ടിയതാ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ. പിണറായി വിജയൻ വന്നപ്പോൾ ആദ്യം ചെയ്തത് ആ ആപ്പീസ് തുറപ്പിച്ചു, ഒരു ഉറച്ച നിലപാടെടുത്തു. ദൈനംദിനമെന്നോണം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംസ്ഥാനത്തും ഇന്ത്യ രാജ്യത്തും ഗതാഗത സൗകര്യം എന്നുള്ളത് പരമപ്രധാനമാണ്. ഗെയിൽ പൈപ്പ് ലൈനിന്റെ പണി നിർത്തിവെച്ചതാ. അത് പണി പൂർത്തിയാക്കി ഇന്ത്യയുടെ പ്രധാനമന്ത്രി അത് ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ഇട്ടുമുടങ്ങിയതും ഇല്ല, നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതുമായ പണികളൊക്കെ നമ്മൾ ഏറ്റെടുത്തു. അതിന്റെ ഭാഗമാണ് നമ്മുടെ പാവങ്ങളിൽ പാവങ്ങളായ നമ്മുടെ കർഷക തൊഴിലാളിക്ക് കിട്ടിയിരിക്കുന്ന നക്കാപ്പിച്ച പൈസ. 600 റുപ്യാണ്, അന്ന് 600 റുപ്യാണ്. അത് നമ്മളായിട്ട് വർദ്ധിപ്പിച്ചാണ്. 45 റുപ്യ 600 ആക്കിയതും ഇടതുപക്ഷ മുന്നണി എപ്പോ അധികാരത്തിൽ വന്നിട്ടുണ്ടോ ആ ഗവൺമെന്റാണ്. അല്ലാണ്ട് കോൺഗ്രസിന് അതിലൊരു പങ്കുമില്ലേ. കഴിഞ്ഞ ദിവസമാണ് LDF മുതുവല ലോക്കൽ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. LDF സ്ഥാനാർത്ഥി മുഹമ്മദ് മൂസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥമായിരുന്നു കൺവെൻഷൻ ഒരുക്കിയത്. മുൻ മന്ത്രി K. ഇസ്മായിൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. CPM ഏരിയ കമ്മിറ്റി അംഗം M. ശങ്കരൻകുട്ടി അധ്യക്ഷനായിരുന്നു. PC വാസു, P. ഷൺമുഖൻ, KC ജയപാൽ, NP വിനയകുമാർ, TK നടനദാസ്, P. ചേക്കാമു തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനെ PA ജമാലിനെയും കൺവീനറായി P. ഷൺമുഖനെയും തെരഞ്ഞെടുത്തു. പട്ടാമ്പിയിൽ UDF തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ജനപ്രതിനിധികളുടെ യോഗം ചേർന്നു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP രാമദാസ് യോഗം ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി മുസ്ലിം ലീഗ് ഓഫീസിൽ വെച്ചാണ് UDF ജനപ്രതിനിധികളുടെ യോഗം വിളിച്ചു ചേർത്തത്. UDF സ്ഥാനാർത്ഥി TP ഷാജിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥമായിരുന്നു യോഗം. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP രാമദാസ് യോഗം ഉദ്ഘാടനം ചെയ്തു. കുൽക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VM മുഹമ്മദ് അലി അധ്യക്ഷനായിരുന്നു. ജിതേഷ് മൊഴിക്കുന്നം, UDF ചെയർമാൻ KP വാപ്പുട്ടി, സ്ഥാനാർത്ഥി TP ഷാജി, കമ്മുക്കുട്ടി എടത്തോൾ, PK ഉണ്ണികൃഷ്ണൻ, C. സംഗീത, ബിന്ദു സന്തോഷ്, ഫൗസിയ സൈദാലി, ദാവൂദ് കളത്തിൽ, M. രാധാകൃഷ്ണൻ, K. മുഹമ്മദ് കുട്ടി, TP ഉസ്മാൻ, ജംസീന, KT ജബ്ബാർ, നീലടി സുധാകരൻ, ഇസ്മായിൽ വിളയൂർ, PP ഇന്ദിരാദേവി, ബേബി ബാബു ഉൾപ്പെടെയുള്ളവരും പങ്കെടുത്ത് സംസാരിച്ചു. പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയേറെ കുറച്ചു സമയം നിന്ന് വലിയൊരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന ഒരവസ്ഥ ഇപ്പോഴാണ് നമുക്ക് സംജാതമായിരിക്കുന്നത്. UDFനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. നമ്മളെല്ലാവരും പറയുന്ന പോലെ തന്നെ നമ്മുടെ എതിരാളിയായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും BJPയും കൈകോർക്കുന്ന, ഇത് വെറുതെ പറയുകയാണ് എന്ന് ആരും ധരിക്കണ്ട, അവർ കൈകോർക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിനെയാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ കേരളത്തിലെ മിക്ക നിയോജക മണ്ഡലങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഒരു 10-15 സ്ഥലത്തിലെങ്കിലും അവർ തമ്മിൽ ഒരു ഡീലുണ്ട് എന്ന് നമ്മുടെ നേതാക്കന്മാർ പറയുന്നത് സത്യമാണ് എന്ന് നമുക്കൊക്കെ ബോധ്യപ്പെടും. അതുകൊണ്ട് തന്നെയാണ് UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടത്തിലാണ് നമ്മളൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത്. നമ്മുടെ നിയോജക മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, അതേപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വളരെ ശക്തമായ പോരാട്ടം നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുള്ള റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ പ്രഗത്ഭമതികളായ ആളുകളെ തെരഞ്ഞെടുക്കാനും പഞ്ചായത്ത് പ്രസിഡന്റുമാരായിട്ടും അതേപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ഗ്രാമപഞ്ചായത്തിലേക്കും തെരഞ്ഞെടുക്കപ്പെടാനും നമുക്കൊക്കെ പലർക്കും ആയിട്ടുണ്ട്. ഇത് നിലനിർത്തി കൊണ്ടുപോകേണ്ട ബാധ്യത നമ്മൾ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മൾ പറയുന്ന ഇന്നിപ്പോ ഇവിടെ നമ്മൾ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഈ യോഗം നമ്മളൊക്കെ വിളിച്ചത്. പട്ടാമ്പി നേർച്ചയുമായി ബന്ധപ്പെട്ട് അക്രമ സംഭവങ്ങൾ ഉണ്ടായാൽ കർശന നടപടിയെടുക്കുമെന്ന് പോലീസ്. നേർച്ച ആഘോഷ കമ്മിറ്റി ഭാരവാഹികളുടെ യോഗത്തിലായിരുന്നു പോലീസിന്റെ മുന്നറിയിപ്പ്. ഈ മാസം 29-ന് പട്ടാമ്പി നേർച്ച ആഘോഷിക്കും. മാർച്ച് 28, 29 തീയതികളായാണ് പട്ടാമ്പി നേർച്ച ആഘോഷിക്കുന്നത്. നേർച്ചയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് പോലീസിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റി ഭാരവാഹികളുടെയും ഉപ ആഘോഷ കമ്മിറ്റി ഭാരവാഹികളുടെയും യോഗം വിളിച്ചു ചേർത്തത്. പട്ടാമ്പി CI ജിനീഷിന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം. ഷൊർണൂർ DYSP സാജു K. എബ്രഹാം കാര്യങ്ങൾ വിശദീകരിച്ചു. നേർച്ചയുമായി ബന്ധപ്പെട്ട അക്രമ സംഭവങ്ങൾ ഉണ്ടായാൽ കർശന നടപടികളാണ് സ്വീകരിക്കുകയെന്ന് DYSP മുന്നറിയിപ്പ് നൽകി.
കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നിരവധി അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ഡസനിലധികം കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുണ്ട്. പോലീസിനെ ആക്രമിച്ച കേസുകളും ഇക്കൂട്ടത്തിലുണ്ട്. അക്രമ സംഭവങ്ങൾ നടത്തുന്ന കമ്മിറ്റികളെ ഒരു കാരണവശാലും തുറന്നുള്ള ആഘോഷ പരിപാടികളിൽ പങ്കെടുപ്പിക്കില്ലെന്നും ഡിവൈഎസ്പി വ്യക്തമാക്കി. പോലീസ് ആ സമയത്ത് പറഞ്ഞ് പോലീസുമായി വാക്കേറ്റം ഉണ്ടാവുന്ന സംഭവങ്ങൾ ഇത്തവണ ഉണ്ടാവാൻ പാടില്ല. കർശനമായ നടപടികൾ ഉണ്ടായിരിക്കും. കർശനമായ നടപടികളായിരിക്കും ഉണ്ടായിരിക്കുക. കാരണം ഇലക്ഷൻ നടക്കുന്ന വേളയാണ്. കോഡ് ഓഫ് കോണ്ടക്ട് നിലവിലുള്ള സംഭവങ്ങളാണ്. മറ്റു സ്ഥലങ്ങളിലേക്ക് പോലീസിനെ നമുക്ക് അയക്കേണ്ട അവസ്ഥയുണ്ട്. ഇവിടെ പല VVIPകളും VIP-കളും അന്നേ ദിവസം ജില്ലയില് സന്ദർശിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പോലീസ് ഫോഴ്സ് പട്ടാമ്പി നേർച്ച മാത്രമല്ല ബാക്കി എല്ലാ സ്ഥലങ്ങളിലേക്കും ഡിവൈഡ് ചെയ്ത് പോകും. അപ്പോൾ അതുകൊണ്ട് സംയമനം പാലിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കമ്മിറ്റിക്കാരുമാണ്. ആഘോഷം നന്നായി നടക്കട്ടെ, നമുക്ക് യാതൊരു തടസ്സവുമില്ല. നല്ല രീതിയിൽ തന്നെ നടന്നോട്ടെ, യാതൊരു തടസ്സവുമില്ല. നമ്മളെല്ലാം സത്യത്തോടെ ചെയ്താലും അവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാവാതെ നോക്കേണ്ടത് ഓരോ കമ്മിറ്റിക്കാരുടെയും ഓരോ കൈവിന്റെ ചുമതലയാണ്. അത് കൃത്യമായിട്ട് പാലിച്ചുകൊള്ളുക. നേരത്തെ പറഞ്ഞ പോലെ ആനകളെ എഴുന്നള്ളിക്കുമ്പോൾ അതിൻ്റെതായ ചട്ടങ്ങൾ റൂൾസ് പാലിക്കുക. അത് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അത് പാലിച്ചുകൊള്ളാം. കഴിഞ്ഞ 2022 മുതലുള്ള ക്രൈം കേസുകൾ നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. 14 കേസുകളാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതിൽ പോലീസിനെ ആക്രമിച്ച കേസുകളാണ് കൂടുതലുള്ളത്. 2 കുട്ടികൾ തമ്മിൽ അടിപിടിയാവും. അത് പറഞ്ഞു തീർക്കാൻ വരുന്ന പോലീസിനെ ആക്രമിക്കുന്ന ഒരു സംഗതിയാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. അത് ഒരിക്കലും ഇത്തവണ സംഭവിക്കുകയില്ല. കർശനമായ നടപടികൾ ഉണ്ടാവും. കൃത്യമായിട്ടുള്ള അറസ്റ്റ് മറ്റുള്ള നടപടികൾ ഉണ്ടാവും. ആ സമയത്ത് പിന്നെ പോലീസുമായിട്ട് കമ്മീഷൻ കൂടിയിട്ട് കാര്യമില്ല. അപ്പോൾ അത് എല്ലാ കമ്മിറ്റിക്കാരും ഓർത്തിരിക്കും. പിന്നെ ഓരോ ആനകളിലുണ്ട് അവരെ കൃത്യ സമയത്ത് തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോവുക. അതിൻ്റെ കൂടെയുള്ള വാദ്യാഘോഷങ്ങളുണ്ട്. അതെല്ലാം നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോവുക. ഒരു രീതിയിലുള്ള ആയുധങ്ങളോ കൈവശം വയ്ക്കാൻ പാടില്ല. അത് കളക്ടർ കൃത്യമായിട്ടുള്ള ഓർഡർ. പട്ടാമ്പി SI മനു കൃഷ്ണ, കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് അലി പൂവത്തിങ്ങൽ, സെക്രട്ടറി അനീഫ മാനു, ഉസ്മാൻ പുളിക്കൽ, മറ്റു ഭാരവാഹികൾ, പോലീസ് ഉദ്യോഗസ്ഥർ, സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. പ്രസിദ്ധമായ ഞാങ്ങാട്രി ഭഗവതി ക്ഷേത്രത്തിലെ നിറമാല ആഘോഷിച്ചു. ഉച്ചയ്ക്ക് ശേഷം പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പും ഉണ്ടായിരുന്നു. ഞാങ്ങാട്രി ബോധിക്ഷേത്രത്തിലെ നിറമാല വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷിച്ചത്. രാവിലെ ശേഷത്തിൽ വിശേഷ പൂജകളോടെ ചടങ്ങുകൾ ആരംഭിച്ചു. കാർത്തിക കൂട്ടിലും നിരവധി പേർ പങ്കെടുത്തു. വൈകുന്നേരം ഗജവീരന്റെ അകമ്പടിയോടുകൂടിയുള്ള പഞ്ചവാദ്യവും അരങ്ങേറി. രാത്രി ഡബിൾ തായമ്പുക, നാദസ്വരം എന്നിവയും ഉണ്ടായിരുന്നു. കഥകളിയും അരങ്ങേറി. ബാലി വിജയമായിരുന്നു കഥ. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.